രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഞാൻ മധുസൂദന വാര്യർ. ഈ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, ശിനശ്ചേപ വിക്രയം എന്ന ഭാഗത്ത് ആ കുട്ടിയെ, വിശ്വാമിത്രൻ്റെ മരുമകനെ കൊന്ന് യജ്ഞം നടത്താൻ നിശ്ചയിച്ച സമയത്ത് ആ കുട്ടി വിശ്വാമിത്രനെ ആശ്രയിച്ചതും ആരെയും കൊല്ലാതെ അഗ്നിദേവനെയും ഇന്ദ്രനെയും സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് ആരെയും വധിക്കാതെ ഇന്ദ്രൻ സന്തോഷിച്ച് യജ്ഞം അവസാനിച്ച കഥയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിന് ശേഷം വിശ്വാമിത്രൻ്റെ തപസ് ഒന്നങ്ങനെ ഭംഗപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. തപസ് ചെയ്യേണ്ടതിന് പകരം വേറൊരാളുടെ യജ്ഞത്തിൽ ഇടപെടുക, ആരെയും കൊല്ലാണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടി വരിക, കുട്ടിക്ക് മന്ത്രോപദേശിക്കുക, ഇതൊക്കെ തപോഭംഗമായിട്ടാണ് വിശ്വാമിത്രൻ കണക്കാക്കിയത്. കുറച്ചും കൂടിയും ഫലപ്രദമായിട്ട് ഭംഗപ്പെടാതെ കണ്ട് തപസ് ചെയ്യാൻ എന്താണ് മാർഗം എന്നങ്ങനെ ചോദിച്ചതായിട്ട് വിചാരിച്ച സമയത്ത് അദ്ദേഹം വീണ്ടും തപസ് ആരംഭിക്കാൻ ശ്രമിച്ചു. കുറച്ചും കൂടി ഏകാഗ്രമായിട്ടും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെയും തപസ് അനുഷ്ഠിക്കാൻ വേണ്ടി ഉഗ്രമായ തപസ് വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ തപസ്സൊക്കെ ആരംഭിച്ചു. ആവശ്യമില്ലാതെ ദേവേന്ദ്രനും കൂട്ടർക്കും ഈ തപസ്സിനെ മുടക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു പതിവുള്ളതാണ്. വല്ലാതെ ആര് തപസ് ചെയ്ത് ഉയരണത് കണ്ടാലും അവർക്ക് പിടിക്കില്ല. വല്ലാത്തൊരു കഷ്ടം. അത് വിശ്വാമിത്രൻ്റെ തപസ് മുടക്കാൻ വേണ്ടി മേനകയെ അയക്കുകയാണ്. മേനക സ്നാനത്തിന് അങ്ങനെ പോകുന്ന സമയത്ത് വിശ്വാമിത്രൻ കണ്ടു. മനസ്സൊക്കെ അവളിൽ വന്നു. നീ എന്നെ ശുശ്രൂഷിച്ചും കൊണ്ട് ഇവിടെ നിൽക്കുമോ? അത് ചോദിച്ചു കിട്ടണം. അപ്പം മേനകയ്ക്ക് അത് തന്നെയാണ് ആവശ്യം. ശുശ്രൂഷയ്ക്കകമായി വിശ്വാമിത്രൻ്റെ ദിവസം പോയതറിഞ്ഞില്ല, വർഷം പോയതറിഞ്ഞില്ല. ദിവസം മാസം വർഷം എന്നും പറഞ്ഞിട്ടേ സുന്ദരിയായിട്ടുള്ള സ്ത്രീ അടുത്തുണ്ടാവുമ്പോണ്ടോ സമയം പോണത് അറിയണു. 10 വർഷം കൊണ്ട് കഴിഞ്ഞു പോയി. ഈ മേനകയിലുള്ള ആസക്തി വെച്ച് പുലർത്തിയും കൊണ്ട് തപസ്സിനൊക്കെ വിഘ്നവും വന്ന് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് വിശ്വാമിത്രൻ, അയ്യോ താൻ ഇപ്പം എന്ത് പണിയാണ് ചെയ്തത്, കുറേയും കൂടി ഏകാഗ്രത കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ ഇപ്പോൾ തപസ് തുടർന്നത്. അയ്യോ, ഈ മേനകയിലെ ആസക്തി ഉണ്ടായതും അവളാൽ ശുശ്രൂഷിതനായതും 10 വർഷം പോയതും ഒന്നും താൻ അറിഞ്ഞില്ല. മേനകയെ അങ്ങോട്ട് ശപിച്ചാലോ? അയ്യോ, അതും പാടില്ല. ശപിച്ചാലും പോയി തപസ്സിൻ്റെ ഫലം എന്നാണ്. ബുദ്ധിമുട്ടാണതേ. എന്തായാലും മേനകയെ ശപിക്കാതെ അദ്ദേഹം ഉത്തരപർവ്വതത്തിലേക്ക് പോയി. അവിടെ കൗശികി തീരത്ത് തപസ്സൊക്കെ അനുഷ്ഠിച്ചു. അങ്ങനെ കുറേയും കൂടി തപസ് മുന്നേറിയ സമയത്ത് വിജിതേന്ദ്രിയനായി. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചു. അങ്ങനെ ദേവന്മാരും ബ്രഹ്മാവും ഒക്കെ വന്നു. അങ്ങേക്ക് എന്താ വരം വേണ്ടത് വെച്ചു. എനിക്കിപ്പോൾ ബ്രഹ്മർഷിത്വം വേണം. ബ്രഹ്മാവ് പറഞ്ഞു, അത്രത്തോളം അങ്ങേക്ക് ആയിട്ടില്ല. ഋഷിമാരുടെ മുഖ്യത്വം തരാം, ഋഷിമുഖ്യത്വം തരാം, അത്രയേ ഉള്ളൂ. ഋഷിമാരിൽ വെച്ചിട്ടൊരു മുഖ്യനായിട്ടുള്ള പദം ഋഷിമുഖ്യത്വം. രാജർഷി, ബ്രഹ്മർഷി, ഇതൊക്കെ ഓരോ പദങ്ങളാണ്. ഋഷിമുഖ്യത്വം, രാജർഷി അത് തരാം, പക്ഷേ ബ്രഹ്മർഷിത്വത്തിന് ആയിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴും ഉണ്ടോ? വിശ്വാമിത്രൻ വിടുന്നു.
എന്നാൽ ഇനി ബ്രഹ്മർഷിത്വം നേടിയിട്ട് തന്നെ വേറെ കാര്യം. 2 കൈകളും അങ്ങോട്ട് ഉയർത്തി പഞ്ചാഗ്നി മധ്യത്തിൽ വേനൽക്കാലത്തും നല്ല വെള്ളത്തിൽ കഴുത്ത് വരെ വെള്ളത്തിൽ നിന്നിട്ട് തണുപ്പ് കാലത്തും മഴക്കാലത്ത് മഴ കൊണ്ട് ആകാശത്തുള്ള അങ്ങനെ വാനിൽ തപസ് ചെയ്യുക എന്ന് പറയും. മഴ കൊള്ളുന്നതിന് വിരോധമില്ലാണ്ട് ഒക്കെ ജയിക്കണം. അങ്ങനെ തപസ് ആരംഭിച്ചു. 1000 വർഷം തപസ് അനുഷ്ഠിച്ചതായിട്ടുള്ള സമയത്ത് ദേവന്മാർ അത് മുടക്കാൻ വേണ്ടി ഇപ്രാവശ്യം രംഭയെ അയക്കുകയാണ്. മേനകയുടെ റോള് കഴിഞ്ഞു. രംഭേ, നീ ഒരു കാര്യം ചെയ്യണം. ആ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സൊക്കെ നീ കൂട്ടിയാൽ മുടക്കാൻ പറ്റും. സുന്ദരിയല്ലേ, ഒന്ന് ഭാവഹാവ്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ മയക്കി ഏകാഗ്രതയൊക്കെ കളഞ്ഞ് ചെയ്തു വരണം. രംഭ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയണത്? ദേവരാജ ഇന്ദ്രനോട് പറയണം, ഇങ്ങനെ എന്നോട് പറയരുത്. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ മഹാകേമനാണ് എന്ന് രംഭ കേട്ടിട്ടുണ്ട്. എന്നെ മറ്റോ ശപിച്ചാൽ ഞാനല്ലേ അനുഭവിക്കാണ്ടാവുള്ളൂ. ഈ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് അല്ലേ? മറ്റുള്ളവരെയൊക്കെ എന്തെങ്കിലും കൊല്ലാനോ അധർമ്മം ചെയ്യാനോ പറഞ്ഞു വിട്ടിട്ട് അവർ മാറും ചെയ്യും. ഈ ചെയ്തോരോ അപകടത്തിലാവും ചെയ്യും. ഇത് ലോകത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ദ്രൻ സമാധാനിച്ച്, രംഭേ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. മധുമാസം വരുന്നതായിട്ട സമയത്ത് ആ കോകിലമായിട്ട് കുയിലായിട്ട് ഞാൻ ശബ്ദമൊക്കെ ഉണ്ടാക്കി എൻ്റെ കൂടെ നിൽക്കാം. ശബ്ദം ഉണ്ടാക്കി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? വിശ്വാമിത്രൻ്റെ കോപാഗ്നിക്ക് അത് വല്ല പരിഹാരമാവുമോ എന്നൊക്കെ രംഭ വീണ്ടും ഭയന്നു. എങ്കിലും ഇപ്പം ഇന്ദ്രനെ അനുസരിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഇന്ദ്രൻ്റെ ഒരു ദാസി പോലെയൊക്കെയാണല്ലോ ഇവരവിടെ നിൽക്കണത്. എന്തായാലും രണ്ടും കൽപ്പിച്ച രംഭ പുറപ്പെട്ടു. അങ്ങനെ രംഭ ആ വിശ്വാമിത്രനെ കുറേശ്ശെയൊക്കെ പ്രലോഭിപ്പിച്ച് തപസ്സിൽ നിന്നൊക്കെ മാറ്റി. അങ്ങനെ തപസ് വീണ്ടും മുടങ്ങി. മേനകയിൽ രക്ഷപ്പെട്ടു. ഇപ്പം രംഭയായി. തപസ്സിന് ഭ്രംശം വന്നപ്പോൾ വിശ്വാമിത്രന് ദേഷ്യം വന്നു. കോപിക്കില്ല എന്നൊക്കെ വിചാരിച്ചു എന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടിയതായിട്ട് തപസ്സിലൊക്കെ തടസ്സം ഉണ്ടാക്കിയത് കാരണം നിന്നെ ഞാൻ വെറുതെ വിടില്ല. കണക്ക ഈ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ കിട്ടണം. 1000-10,000 വർഷം നീ പാറയായിട്ട് പോ എന്ന് വിശ്വാമിത്രൻ രംഭയെ ശപിക്കുകയാണ്. ശാപിച്ചപ്പോഴേക്കും വിശ്വാമിത്രൻ ഒന്നെങ്കിലും ആസക്തി കൊണ്ട് തപസ് തെറ്റുക, അല്ലച്ചാൽ കോപം കൊണ്ട് തപസ് തെറ്റുക. ഇത് രണ്ടും പാടില്ലാത്ത നല്ല ബുദ്ധിമുട്ടാണ്. കോപിച്ചാലും തപസ്സിൻ്റെ ഫലം പോയി, അവളിൽ ആകൃഷ്ടനായാലും തപസ്സിൻ്റെ ഫലം പോയി. നേരത്തെ കോപിച്ചില്ല മേനകയുടെ നേരെ. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പ്രലോഭിതനായി കോപിച്ചു. പാറയായിട്ട് പോട്ടെ എന്ന് ശപിച്ചതായിട്ടുള്ള സമയത്താണ് വിശ്വാമിത്രൻ സ്വയം ചിന്തിച്ചത്. അയ്യോ, താനിപ്പോൾ എന്താ ചെയ്തത്? ശപിച്ചു. കോപം കൊണ്ട് ശപിച്ചപ്പോഴോ ഇതുവരേക്കുള്ള തപസ്സിൻ്റെ ഫലമൊക്കെ പോവുകയും ചെയ്തുല്ലോ. എന്തായാലും രംഭയ്ക്ക് ശാപമോക്ഷം കൊടുത്തു. ഒരു ബ്രാഹ്മണൻ നിന്നെ രക്ഷിക്കും. അപ്പോൾ നിനക്ക് പാറയാകുന്ന പാറയായ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. ഈ മഹർഷിമാരൊക്കെ ശപിച്ച അതിൻ്റെ കൂടെ ശാപമോക്ഷം കൊടുക്കും. അതുകൊണ്ട് ബ്രാഹ്മണനാൽ നീ രക്ഷ കിട്ടിയവളായിട്ട് മാറും. ബ്രാഹ്മണൻ നിന്നെ രക്ഷിക്കുമെന്ന് ശാപമോക്ഷം കൊടുത്ത് കോപം അടക്കാനാവാതെ അദ്ദേഹം നന്നേ വിഷമിച്ചു. ഇനി എന്താണ് ചെയ്യുക? ഇതൊക്കെ കണ്ടു ഇന്ദ്രൻ ഓടിപ്പോയി. കണ്ടോ, ഇനിയിപ്പോൾ തൻ്റെ നേർക്ക് വരുന്നുള്ളത് അറിയില്ല. അന്വേഷണം പ്രധാന വ്യക്തിയിലേക്ക് എത്തുമോ? അവൾക്ക് അതാണല്ലോ അന്വേഷണവും തെറ്റും കുറ്റമൊക്കെ. പേടിച്ചു ഭയന്നു ഇന്ദ്രൻ ഓടിപ്പോയി. ഇപ്പോൾ കുയിലിൻ്റെ ശബ്ദമില്ല അല്ലേ, കാക്കയുടെ ശബ്ദമില്ല, ഒന്നുമില്ല. അദ്ദേഹം സ്വർഗത്തേക്കാണ് പോയി ഇന്ദ്രൻ. പണ്ടായോ രംഭയുടെ കൂടെ ആരെങ്കിലും? ഇതാണ് രംഭ ആദ്യം തന്നെ പറഞ്ഞത്, എനിക്ക് ഭയമുണ്ട്. ആ ഭയം വളരെ ശരിയാണെന്നാണ് അനുഭവം തെളിയിച്ചത്. വിശ്വാമിത്രനും കഷ്ടത്തിലായി, രംഭയും കഷ്ടത്തിലായി, ഇന്ദ്രൻ രക്ഷപ്പെട്ടു. കണ്ടോ സൂത്രത്തിൽ. എന്തായാലും ഇനി ഞാൻ കോപിക്കില്ല എന്ന് വിശ്വാമിത്രൻ ഉറപ്പിച്ചു. ഊണ് കഴിക്കില്ല, ഉറങ്ങൂല്ല, ഭക്ഷണവും ഉറക്കവും കൂടി വേണ്ടാന്ന് വെച്ച് അത്യുഗ്ര തപസ്സോട് കൂടിയിട്ട് വസിക്കുമെന്ന ഗംഭീര പ്രതിജ്ഞയോട് കൂടിയിട്ട് വേഗം ഉത്തര പർവ്വതത്തിലേക്ക് തപസ്സിനാണ് പോവുകയാണ്. ഉത്തരപർവ്വതത്തിൽ നിന്ന് ആണ് മേനകയുടെ അവിടെ വന്ന തപസ്സുണ്ടായത്. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കിഴക്ക് ഭാഗത്തേക്ക് പോയി.
അങ്ങനെ രംഭയിൽ നിന്ന് രക്ഷപ്പെട്ട് ആദ്യം മേനക വന്നു, അതിന് രക്ഷപ്പെട്ടു, പിന്നെ രംഭ വന്നു, വന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ കിഴക്ക് ദിക്കിലേക്കാണ് തപസ്സിന് പോയത്. സ്ഥലം ഇങ്ങനെ മാറ്റിയിട്ടാണ്. മൗനവ്രതമാണ്, ഭക്ഷണമില്ല, ഉറക്കമില്ല. അങ്ങനെ കിഴക്ക് ദിക്കിൽ തപസ് ആരംഭിച്ചു വിശ്വാമിത്രൻ. ആരോടും കോപിച്ചില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. തപസ്സിനൊരു അറ്റം വന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ, അതായത് കുറച്ച് ഭക്ഷണം കൊണ്ടുവരികയാണ്. ബ്രാഹ്മണനോട് ചോദിച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചളാന്ന് വിചാരിച്ചു വിശ്വാമിത്രൻ. ആ സമയത്ത് ഇന്ദ്രൻ അവിടെ വന്നു. ദേഷ്യം വരാൻ വേണ്ടിയിട്ടാണ്. വിശ്വാമിത്രനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ആ ഭക്ഷണം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട്. പക്ഷേ വിശ്വാമിത്രൻ കോപിച്ചില്ല. അനവധി വർഷമായിട്ട് താൻ വിശപ്പിലാണ് നിൽക്കുന്നത്, വിശന്നിട്ടാണ്. എങ്കിലും ഇന്ദ്രനോട് കോപിക്കാതെ ആ ഭക്ഷണവും കൊടുത്തു. ഒരു നിവൃത്തിയില്ല. ശ്വാസത്തെ പോലും തടസ്സം ചെയ്ത് അത്യുഗ്രമായിരിക്കുന്ന തപസ്സിൽ വിശ്വാമിത്രൻ ഏർപ്പെട്ടു. ദേവദാനവ ഗന്ധർവന്മാർ ഒക്കെ എരിപൊരി സഞ്ചാരം കൊണ്ടു എന്ന് പറയുകയാണ്. വിശ്വാമിത്രൻ്റെ ഈ തപസ് കൊണ്ട് ലോകങ്ങൾ മുഴുവനും നശിക്കുമോ എന്ന് ചിലർക്ക് സംശയമായി. ദിക്കുകളൊക്കെ അങ്ങനെ മങ്ങി, സൂര്യൻ്റെ പ്രഭാവമൊക്കെ മങ്ങി, കടലുകളും കൂടി കലകി ഇളകി മറയാൻ തുടങ്ങി, കാറ്റൊക്കെ താളം തെറ്റി വീശാൻ തുടങ്ങി. വല്ലാത്തൊരു കാറ്റ് വീശൽ, പർവ്വതം കൂടി പിളക്കുക, ഭൂമി കുലുക്കുണ്ടാവുക. ഈ തപസ് വല്ലാതെ ഉഗ്രമായ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അപമേതരായിട്ട് വന്നു. പറഞ്ഞു, മഹർഷി, അങ്ങയുടെ തപസ് കൊണ്ട് ഞങ്ങളെല്ലാം സന്തുഷ്ടരായി. അങ്ങയ്ക്ക് എന്താണ് വരം വേണ്ടത്? ബ്രാഹ്മണ്യം അങ്ങയ്ക്ക് തന്നിരിക്കുന്നു. വിശ്വാമിത്രൻ ക്ഷത്രിയനാണ് ശരിക്ക്. ബ്രാഹ്മണ്യം അങ്ങയ്ക്ക് തന്നിരിക്കുന്നു. ആയുഷ്മാൻ ഭവ, അങ്ങയ്ക്ക് സ്വസ്തി സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിശ്വാമിത്രനെ അനുഗ്രഹിച്ചു. അപ്പോൾ ഓങ്കാരവും ഷട്കാരവും വേദങ്ങളും എല്ലാം എനിക്ക് സ്വാധീനമാവണം എന്ന് വിശ്വാമിത്രൻ വരം ചോദിച്ചു. എനിക്ക് ബ്രഹ്മർഷി പദം വേണം. ആ ബ്രഹ്മർഷിയാണ് ഞാൻ എന്ന് വസിഷ്ഠർ അംഗീകരിക്കും കൂടി വേണമെന്നായി വിശ്വാമിത്രൻ. വസിഷ്ഠനോടാണ് മത്സരം. ത്രിശങ്കുവിൻ്റെ കാര്യം മുതൽക്ക് തുടങ്ങിയതാണല്ലോ. സ്വർഗത്തിലേക്ക് കയറ്റാം എന്ന് വസിഷ്ഠൻ, കയറ്റും എന്ന് വിശ്വാമിത്രൻ, കയറ്റില്ല എന്ന് വസിഷ്ഠൻ. അപ്പോൾ ആ ഒരു സംഭവം മുതൽക്ക് വസിഷ്ഠനുമായിട്ട് മത്സരമുണ്ട്. വസിഷ്ഠൻ പറഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്ന് പറയുകയാണ് വിശ്വാമിത്രൻ. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടി വസിഷ്ഠനോട് പറയുക നല്ലത്, ഈ വിദ്വാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വസിഷ്ഠ മഹർഷി ഒന്ന് പറയൂ, ആ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണെന്നൊന്ന് അങ്ങാണ് പറഞ്ഞോളൂ, എന്നാൽ കാര്യം തീർന്നില്ലേ? വസിഷ്ഠൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, എനിക്കിപ്പോൾ മത്സരമൊന്നുമില്ല, അദ്ദേഹത്തിന് എന്നോടേ മത്സരമുള്ളൂ, എനിക്കെന്ത് മത്സരാ? വിശ്വാമിത്ര, അങ്ങ് ബ്രഹ്മർഷിയാണ്, പോരെ? മതി, അങ്ങടെ നാവുകൊണ്ട് അതൊന്ന് പറഞ്ഞു കേൾക്കണം എന്നാണ് എനിക്കുള്ളത്. എന്നാൽ അങ്ങ് ബ്രഹ്മർഷിയാണ്, സംശയമില്ല, ഒന്നും കൂടി ഇതാ പറഞ്ഞിരിക്കണു എന്ന് പറഞ്ഞതോടുകൂടി വിശ്വാമിത്രൻ തൃപ്തനായി. അങ്ങനെ ശാശ്വതമായിട്ടുള്ള ബ്രാഹ്മണ്യം, ക്ഷത്രിയനായിരിക്കുന്ന വിശ്വാമിത്രൻ ബ്രാഹ്മണനായി എന്നൊക്കെ ആർക്കാ പറഞ്ഞു കൊടുക്കണ? ജനകനും ശതാനന്ദനും രാമകുമാരനാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളുടെ ഗുരുനാഥൻ ബ്രഹ്മർഷി പദത്തിലെത്തിയത് രാമ ഇപ്രകാരമാണ് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ജനകരാജധാനിയിൽ വെച്ചിട്ട് രാമനോട്. ജനകൻ പറയുകയാണ്, ഞാൻ അനുഗ്രഹീതനാണ്, ഇത്രയും വലിയൊരു തപസ് ചെയ്ത ആളെയല്ലേ ഈ യാഗം നടക്കുന്ന സമയത്ത് എനിക്കിവിടെ കിട്ടിയത് അതിഥിയായിട്ട്. ഞാൻ വിശുദ്ധനാക്കപ്പെട്ടു, എൻ്റെ എല്ലാ കർമ്മങ്ങളും ശുദ്ധമായി കഴിഞ്ഞു, എനിക്കിനി വേറൊന്നും ചെയ്യാനായിട്ടില്ല. തപസ്സും ശക്തിയും അളവറ്റ രീതിയിൽ മൂർത്തീകരിച്ച ആളാണ് ഈ വിശ്വാമിത്രൻ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഥകൾ പറഞ്ഞിട്ട് രാമകുമാരനെയും ലക്ഷ്മണകുമാരനെയും അവരുടെ വിശ്രമ സ്ഥലത്തേക്ക് അയക്കുകയാണ്. നാളെ എന്നെ വന്ന് കാണണം എന്ന് ജനകൻ പറയുകയും ചെയ്തു. അങ്ങനെ ആ രാത്രിയാണ് കഴിഞ്ഞു. പ്രഭാതമായി. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും ജനകൻ്റെ രാജധാനിയിലേക്കാണ്ട് വന്നു. എന്തൊരു വിനയത്തോടു കൂടിയിട്ടാണ് ജനകൻ സ്വീകരിക്കുന്നത്. പ്രഭാതമായ സമയത്ത് അവരോടൊപ്പമൊക്കെ ഇരുന്നിട്ട് പറഞ്ഞു, മഹർഷി, രാമലക്ഷ്മണകുമാര, നിങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ രാജധാനി വളരെ ശ്രേഷ്ഠമായി, ഞാൻ ധന്യനായി. ഞാൻ എന്താ നിങ്ങൾക്ക് ഇനി ചെയ്തു തരേണ്ടത്? എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. തറ വിനയത്തിലാണ് പറയണറിയോ?
പണ്ടൊക്കെ ഈ തപശക്തിക്ക് അത്ര പ്രാധാന്യം കൊടുത്തിരുന്നു. കൊട്ടാരോ ബാഹ്യശക്തിയോ സ്വർണോ അധികാരത്തിൻ്റെ ചെങ്കോലൊന്നുമല്ല ലോകത്തിൽ വലുത്, തപശക്തിയാണ് ഏറ്റവും വലുത് എന്ന് അംഗീകരിച്ചിരുന്ന കാലമായിരുന്നു. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഞാനിനി നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അതോ ഇവിടെ ഒരു വില്ലുണ്ട് എന്ന് കേട്ടു. വളരെ വിശിഷ്ടമായിരിക്കുന്ന, പലരും ശ്രമിച്ചിട്ട് കൊലയ്ക്കാൻ പറ്റാത്തതായിട്ടൊരു വില്ല് ത്രംബകം ഉണ്ട് എന്ന് കേട്ടു. അത് ഇവർക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറയുകയാണ്. അപ്പോൾ ജനകൻ പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറയണം എന്ന് വിചാരിച്ചതാണ്. നിമിയുടെ ജ്യേഷ്ഠപുത്രനായിരിക്കുന്ന ദേവരാജൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം മഹാദേവൻ ഏൽപ്പിച്ച വില്ലാണ് അത് പിന്നീട് ഇവിടെ എത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് പരമേശ്വരൻ്റെ ഈ വില്ല് ഇവിടെ എത്തിയത്? ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് ഈ ദക്ഷയാഗം ശിവൻ്റെ കോപത്താൽ മുടങ്ങിയ സമയത്ത് ശിവൻ ഈ വില്ലും കൊണ്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഭാഗം തരാണ്ട് നിങ്ങൾ യജ്ഞം നടത്തുക, അതാണല്ലോ ദക്ഷൻ്റെ ശാപം, ശിവന് കൊടുക്കില്ല. അതിൽ കുപിതനായി ഈ വില്ലിങ്ങനെ കയ്യിൽ വെച്ച് ഇളക്കിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങളെ മുഴുവനും വംശം ഞാൻ നശിപ്പിക്കും, എല്ലാവരെയും ഞാൻ കൊല്ലും, ഈ വില്ല് മതി എനിക്ക് എല്ലാവരെയും നശിപ്പിക്കാനെന്ന്. പരമേശ്വരനാണ്, ചില്ലറക്കാരനാണോ? കേട്ടതായിട്ട സമയത്ത് ദേവന്മാരൊക്കെ കാക്കൽ വീണിട്ട് പറഞ്ഞു, പരമേശ്വര കോപിക്കരുത്, ഈ വംശം മുഴുവൻ ഇല്ലാണ്ടാക്കരുത്, അങ്ങ് സന്തോഷിക്കണം, ചെയ്ത തെറ്റൊക്കെ പൊറുക്കണം, ദക്ഷന വിവരമില്ലാണ്ട് ചെയ്തു വിചാരിച്ച് ഞങ്ങളെ ഒക്കെ ഇങ്ങനെ ശപിക്കണത് ശരിയാണോ? ക്ഷമിക്കണേ മഹാദേവാന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഭഗവാൻ ഒരാൾ ക്ഷമ പറഞ്ഞാൽ അപ്പം ക്ഷമിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയാം. അങ്ങനെയൊന്നും ശുദ്ധന്മാർ പൊതുവേ ചെയ്യില്ല. ശരി, ഞാൻ നിങ്ങൾ സംപ്രീതനായി, എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ വില്ല് ഇനി ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണില്ല, ത്രംബകം, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോളെന്ന് പറഞ്ഞ് ദേവരാജൻ്റെ കയ്യിൽ കൊടുത്തു. ദേവരാജനത് ജനകനെ ഏൽപ്പിച്ചു. അന്നു മുതൽക്ക് സുഗന്ധദ്രവ്യങ്ങളാൽ ഒക്കെ നല്ലപോലെ തഴുകി പട്ടൊക്കെ വിരിച്ച് വിളക്ക് കത്തിച്ചിട്ടും പൊടി എല്ലാ ദിവസവും തട്ടിയിട്ടും വളരെ പരിപാവനമായിട്ട് കരുതി വരുന്ന മഹാദേവൻ കൊടുത്തതല്ലേ ഒരു വസ്തുവായി ഈ വില്ല് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രാമ. ഇതൊക്കെയാണ് ത്രംബക മാഹാത്മ്യം, ശിവൻ്റെയാണ് ആ വില്ല് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലം ഉഴുതു മറിക്കുമ്പോൾ ആ ഉഴവ് ചാലിൽ നിന്ന് എനിക്ക് ഒരു പെൺകുട്ടിയെ കിട്ടി. ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് സീത എന്ന് പേരിട്ടു. എൻ്റെ വളർത്തുമകളാക്കിയിട്ട് ഞാൻ ആ കുട്ടിയെ വളർത്തി വരികയാണ്. അവനിജയാണ്, ഭൂമിയിൽ നിന്ന് ഉണ്ടായത്. അവനി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, ഭൂമിയിൽ നിന്ന് ഉണ്ടായതാണ്. എൻ്റെ വളർത്തുപുത്രിയായിട്ട് ഞാൻ അവളെ വളർത്തുകയാണ്. പലരും അവളെ വിവാഹം ചെയ്യാൻ വന്നു, അതൊന്നും ഞാൻ സമ്മതിച്ചില്ല. നാരദൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരാളാണ് ഈ വില്ലെടുത്ത് കുലയ്ക്കുക, ആർക്കും അത് വില്ലെടുത്ത് കുലയ്ക്കാൻ പൊതുവേ കഴിയില്ല. അഥവാ കഴിഞ്ഞാൽ അയാൾക്ക് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കണം. പലർക്കും സാധിച്ചില്ല. പലരും വിവാഹം സീതയെ ചോദിച്ചു വന്നു, കൊടുക്കാത്തത് കൊണ്ട് പലരും എന്നോട് കുപിതരായി. ചിലരൊക്കെ യുദ്ധം ചെയ്തു, എന്നിട്ടൊന്നും സീതയെ അവർക്ക് കിട്ടിയില്ല. ഞാൻ വഴങ്ങിയില്ല. അവസാനം ഞാൻ ഉറപ്പിച്ചു, ഏതൊരാൾ ഈ വില്ലെടുത്ത് കുലയ്ക്കുമോ അവർക്കാണ് സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നത്. എന്തായാലും നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആ വില്ല് അങ്ങോട്ട് കുലയ്ക്കാനുള്ള സന്ദർഭമൊക്കെ ഉണ്ടാക്കി കൊടുക്കണു. തുടർന്ന് വില്ല് കുലച്ചിട്ട് സീതയെ വിവാഹം കഴിക്കുകയാണ്. അടുത്ത സർഗത്തിൽ സീതാസ്വയംവരാണ് വിഷയം. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പൂർവൻ രാമതപോവനാദിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതദ്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.